ഇന്ന് സർവ ബ്രാഹ്മണ കുലഭൂഷണരും മധുബൻ നിവാസികൾ, ജ്ഞാന സരോവരത്തിൽ ഉള്ളവർ, ശാന്തിവൻ നിവാസി, ദേശവിദേശങ്ങളിലുള്ളവർ, ഈ ശാന്തിവനത്തിലെ മുഖ്യമായവർ, ദാദി രത്തൻ മോഹിനിജിയുടെ കോട്ടേജിലുള്ള ലീലാബഹൻ, സേവനത്തിലെ സഹചാരികൾ എല്ലാവരുടെയും സ്നേഹസ്മരണകൾ സ്വീകരിച്ചുകൊണ്ട് ഞാൻ വദനത്തിൽ എത്തിച്ചേർന്നപ്പോൾ വദനത്തിൽ കണ്ടത് ഇതാണ്. ഒരു ഭാഗത്ത് വളരെ സുന്ദരമായ പുഷ്പങ്ങളുടെ കുട്ടകൾ അലങ്കരിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. മറുഭാഗത്ത് മുത്തുകളുടെ മാലകളാൽ അലങ്കരിക്കപ്പെട്ടിരിക്കുന്നതും കാണപ്പെടുന്നുണ്ടായിരുന്നു. ഇനിയൊരു ഭാഗത്ത് വളരെ സുന്ദരമായ അലങ്കാരങ്ങൾ ഉണ്ടായിരുന്നു. ഏതാനും നിമിഷങ്ങൾ ഞാൻ ആ അലങ്കാരങ്ങൾ നോക്കുകയായിരുന്നു. അല്പം സമയത്തിനു ശേഷം ബാബ വന്നു. ബാബ പറഞ്ഞു, കുട്ടി, എന്താണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്? പിന്നെ ബാബ പറഞ്ഞു, കുട്ടി, ഇതെല്ലാം എന്തിനാണ് കൊണ്ടുവന്നത്? അപ്പോൾ ഞാൻ പറഞ്ഞു, ബാബ, ഞാൻ ഒന്നും കൊണ്ടുവന്നിട്ടില്ല. അങ്ങ് ഓരോരുത്തരുടെയും ഭാവനയും സ്നേഹവും പാലനയുടെ ഭാവങ്ങളും ഓരോ കുട്ടിയും തൻ്റെ ഭാവനകൾ നൽകിയത് എന്താണോ അതെല്ലാം വദനത്തിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. എല്ലാവരും ദാദിക്ക് വേണ്ടി തൻ്റെ ആത്മീയ സംഭാഷണവും ഭാവനകളും സ്നേഹത്തിൻ്റെ റിട്ടേണും അയച്ചിരിക്കുകയാണ്. അപ്പോൾ ബാബ പുഞ്ചിരിക്കുന്നുണ്ടായിരുന്നു. ഓരോരോ കുട്ടിക്കും ബാബയോടും ദാദിയോടും എത്ര സ്നേഹമാണുള്ളത് എന്നത് നോക്കുകയായിരുന്നു. ഞാൻ പറഞ്ഞു, ബാബ, ദാദി എവിടെയാണ്? അപ്പോൾ ബാബ പറഞ്ഞു, അന്വേഷിക്കൂ ദാദി എവിടെയാണെന്ന്. അപ്പോൾ ഞാൻ കണ്ടത് ഇതാണ്. ദാദി ബാബയുടെ പിന്നിൽ മറഞ്ഞിരിക്കുകയായിരുന്നു. അപ്പോൾ ദാദി ഉടനെ പുറത്തേക്ക് വന്നു. ബാബ പറഞ്ഞു, കുട്ടി, ഇതെല്ലാം എന്താണെന്ന് നോക്കൂ. അപ്പോൾ ദാദി പുഷ്പങ്ങളുടെ കുട്ടയുടെ സമീപത്തേക്ക് പോയി. താഴെയുള്ള പുഷ്പങ്ങളെ എടുത്ത് മുകളിൽ സെറ്റ് ചെയ്തു. സൈഡിലുള്ള പുഷ്പങ്ങൾ മധ്യത്തിൽ സെറ്റ് ചെയ്തു. ഇങ്ങനെ മാലകൾ ദാദി സെറ്റ് ചെയ്യുകയായിരുന്നു. അപ്പോൾ ബാബ പുഞ്ചിരിക്കുകയായിരുന്നു. ബാബ പറഞ്ഞു, കുട്ടി, ഇത്രയും സുന്ദരമായ അലങ്കാരത്തെ രണ്ടാമത് എന്തുകൊണ്ടാണ് സെറ്റ് ചെയ്തത്? അപ്പോൾ ദാദി പറഞ്ഞു, ബാബ, പല കുട്ടികളും തൻ്റെ മനസ്സിലെ ആശ്ചര്യവും മധുരമധുരമായ പരാതികളും എന്താണോ നൽകുന്നത് ആ പരാതികൾ എടുത്ത് ദാദി മുകളിലേക്ക് വച്ചു. അവരോട് പറഞ്ഞു, നോക്കൂ, ഞാൻ എങ്ങനെയാണ് ബാബയോടൊപ്പം വദനത്തിൽ ഇരിക്കുന്നത്. ബാബ എന്നെ വിളിച്ചു. ബാബ എനിക്ക് അനുഭവം നൽകിക്കൊണ്ടിരിക്കുന്നു. ആ പൂച്ചെണ്ടുകളിൽ ഏതൊരു മാലകളാണോ ഉണ്ടായിരുന്നത് അതിലൂടെ എല്ലാവർക്കും ബാബയുടെ തന്നെ സാക്ഷാത്കാരം ഉണ്ടായിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ പറഞ്ഞു, ബാബ, ഇന്ന് ദാദിയെ എവിടേക്കാണ് കൊണ്ടുപോയിരുന്നത്? ബാബ പറഞ്ഞു, ദാദിയോട് ചോദിക്കൂ. അപ്പോൾ ദാദി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ബാബയോട് ചോദിക്കൂ. ബാബ പറഞ്ഞു, ഇന്ന് അമൃതവേള മുതൽ വിശ്വത്തിൻ്റെ ഓരോ കോണിലും ബാബ കൊണ്ടുപോയിരുന്നു. വിശേഷിച്ച് സേവനത്തിൻ്റെ തുടക്കത്തിൽ ഈ കുട്ടി ഏതൊരു ബീജം ഇട്ടുവോ ആ പൂന്തോട്ടം കാണിച്ചു കൊടുത്തു. അപ്പോൾ ദാദി കണ്ടുകൊണ്ട് പുഞ്ചിരിക്കുകയായിരുന്നു. വിശ്വത്തിൻ്റെ സേവനത്തിൽ ഒന്നാമതായി ആ പൂന്തോട്ടം കാണിച്ചു തന്നു.
അവിടെ ഈ കുട്ടി ബഡി ദാദിയോടൊപ്പവും ദാദയോടൊപ്പവും പോയി ജ്ഞാനത്തിൻ്റെ വിത്ത് വിതയ്ക്കുമായിരുന്നു. പിന്നെ വിശ്വത്തിൻ്റെ ഓരോ കോണിലും എവിടെയെല്ലാം സേവനം ചെയ്തുവോ, ഭിന്ന ഭിന്ന മേഖലകളിൽ എന്തെല്ലാം സേവനം ചെയ്തുവോ ആ മുഴുവൻ ദൃശ്യവും ബാബ കാണിച്ചു തന്നു. അത് മുന്നിൽ ഒരു റീലിൻ്റെ രൂപത്തിൽ കാണപ്പെടുന്നുണ്ടായിരുന്നു. ഒരു സ്ക്രീനിൽ ആ മുഴുവൻ ദൃശ്യവും വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുന്നത് പോലെയായിരുന്നു. ദാദി അത് കണ്ടുകൊണ്ട് വളരെ വേറിട്ടതും പ്രിയപ്പെട്ടതുമായി കാണപ്പെടുന്നുണ്ടായിരുന്നു. അപ്പോൾ ബാബ പറഞ്ഞു, ഈ കുട്ടി തുടക്കം മുതൽ ബാബയുടെ സേവനത്തിൽ അക്ഷീണമായി പറക്കുന്ന പക്ഷിയായി വിനയചിത്തതയോടെ അനേകരുടെ സേവനം ചെയ്തു. അതിനോടൊപ്പം പുരുഷാർത്ഥത്തിൽ കുട്ടിയുടേത് തീവ്ര പുരുഷാർത്ഥം ആയിരുന്നു. താല്പര്യം ഉണ്ടായിരുന്നു. ഈ കുട്ടി എല്ലാവരുടെയും മുന്നിൽ ഒരു എക്സാമ്പിളായി യജ്ഞത്തിൻ്റെ പല കാര്യവ്യവഹാരങ്ങളുടെ ഫൗണ്ടേഷനെ ശക്തമാക്കി. അപ്പോൾ ദാദി വളരെയധികം പുഞ്ചിരിക്കുന്നതായി കാണപ്പെടുന്നുണ്ടായിരുന്നു. പിന്നെ ബാബ ദാദിയെ തൻ്റെ കൈകളിൽ ഉൾക്കൊണ്ടു വളരെയധികം സ്നേഹത്തിൻ്റെ ഊഞ്ഞാലിൽ ആട്ടുകയായിരുന്നു. അപ്പോൾ ബാബ ശിരസിൽ കൈവച്ചു. അപ്പോൾ ബാബയുടെ കൈകളിൽ നിന്നുള്ള ലൈറ്റിലൂടെ ദാദിയുടെ സ്വരൂപം ദേവിയുടെ സ്വരൂപമായി കാണപ്പെടുവാൻ തുടങ്ങി. പിന്നെ ഞാൻ ബാബയോട് പറഞ്ഞു, ബാബ, എന്തു തന്നെയായാലും എല്ലാ ബ്രാഹ്മണരുടെയും സങ്കല്പം ഒന്നു തന്നെയാണ്. യജ്ഞത്തിൻ്റെ ആദിരത്നങ്ങളിൽ ഈ രത്നം നമ്മുടെ മുന്നിൽ സാകാരത്തിൽ ഇരിക്കുകയായിരുന്നു. ഈ ഒന്നിൻ്റെ ദൃഷ്ടിയിലൂടെ ബാബയുടെയും യജ്ഞത്തിൻ്റെയും ഇതിഹാസവും എല്ലാം അഡ്വാൻസ് പാർട്ടിയുടെ സാക്ഷാത്കാരവും ഉണ്ടാകുമായിരുന്നു. ഇന്ന് ആ കാര്യങ്ങളെല്ലാം മിസ് ചെയ്യുകയാണ്. ദാദി താങ്കളുടെ അടുത്തേക്ക് വന്നിരിക്കുകയാണ്. ദാദി ഇരിക്കുമായിരുന്നപ്പോൾ അവ്യക്ത സ്റ്റേജിൻ്റെ അനുഭവം ചെയ്യിക്കുമായിരുന്നു. ദാദി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇപ്പോൾ ബാബ അനുഭവം ചെയ്യിക്കുന്നുണ്ടല്ലോ. ദാദി പറഞ്ഞു, ബാബ എല്ലാവരെയും വിളിക്കൂ. അപ്പോൾ ബാബ ഒരു ഭാഗത്ത് അഡ്വാൻസ് പാർട്ടിയെയും ഇനിയൊരു ഭാഗത്ത് എല്ലാ ബ്രാഹ്മണരെയും, വിശേഷിച്ച് ഇവിടെ ഏതെല്ലാം ബ്രാഹ്മണ കുട്ടികളാണോ ഉള്ളത്, ആരാണോ സേവനത്തിലെ സഹചാരികൾ, ആരാണോ സേവനത്തിൽ ഇവിടെ നിമിത്തമായിരിക്കുന്നത്, ആ എല്ലാവരെയും എമർജ് ചെയ്തു. എല്ലാവരുടെയും മുന്നിലേക്ക് ബാബയിൽ നിന്നും ഇത്രയും ലൈറ്റ് പുറപ്പെടുന്നുണ്ടായിരുന്നു. അതിലൂടെ എല്ലാവരും ഫരിസ്ത രൂപത്തിൽ കാണപ്പെട്ടു. ബാബ പറഞ്ഞു, ഈ മുഴുവൻ ഫരിസ്തകളും വിശ്വത്തിൻ്റെ ഉള്ളിൽ പരിവർത്തനവും ബാബയുടെ പ്രത്യക്ഷതയും എല്ലാവർക്കും സാകാര ബാബയുടെ അനുഭവം ഉണ്ടാക്കി ചെയ്യുന്നവരാണ്. ഇപ്രകാരം പറയുമ്പോൾ ആ ദൃശ്യം വളരെ സുന്ദരമായി തോന്നുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞു, ദാദി, അങ്ങ് ഇത്രയും ദിവസം എന്ത് ചെയ്യുകയായിരുന്നു? പറയൂ, എന്താണ് ചെയ്തുകൊണ്ടിരുന്നത്? ബാബയോട് പറഞ്ഞു, ബാബ എല്ലാവരെയും വിളിക്കൂ. അപ്പോൾ ബാബ മമ്മ, ദാദി, ദീദി, ഇങ്ങനെ അഡ്വാൻസ് പാർട്ടിയിലെ ആരെല്ലാം ഉണ്ടോ, ഗുൽസാർ ദാദി, ജാനകി ദാദി, മനോഹർ ദാദി, ഇങ്ങനെ അഡ്വാൻസ് പാർട്ടിയിലെ ആരെല്ലാം ഉണ്ടോ ആ എല്ലാവരെയും വിളിച്ചു. ദാദി എല്ലാവരുടെയും നടുവിൽ എല്ലാവരുടെയും കൈ പിടിച്ചുകൊണ്ട് വളരെയധികം നൃത്തം ചെയ്യുകയായിരുന്നു. ദാദി ഇത്രയും ശക്തമായി നൃത്തം ചെയ്യുകയായിരുന്നു.
ദാദി വളരെയധികം ആക്റ്റീവായി ഇടയ്ക്കിടയ്ക്ക് ശക്തമായി കൈയടിച്ചുകൊണ്ട് അവരെയും നൃത്തം ചെയ്യിക്കുന്നുണ്ടായിരുന്നു. ദാദി പറഞ്ഞു, ബാബ ഇപ്പോൾ വദനത്തിൽ ഇരുത്തിയിരിക്കുകയാണ്. ദിവസവും നമ്മൾ അഡ്വാൻസ് പാർട്ടിയിലുള്ളവർ പരസ്പരം കണ്ടുമുട്ടുന്നു. വിശേഷിച്ച് വിശ്വ സേവനത്തിനു വേണ്ടി, വിശ്വ പരിവർത്തനത്തിനു വേണ്ടി, പുതിയ ലോകത്തിൻ്റെ സ്ഥാപനയ്ക്ക് വേണ്ടി സൂക്ഷ്മമായ പദ്ധതികളും ഉണ്ടാക്കുന്നു. വിശേഷിച്ച് സത്യുഗി ലോകത്തിൽ നമുക്ക് സയൻസ് ഉപയോഗത്തിൽ വരുന്ന ഒന്നാണ്. ആ സയൻസിനെ റിഫൈൻ ചെയ്യുന്നതിൽ വളരെയധികം സഹായിക്കുന്നു. പ്രകൃതിക്കും തൻ്റെ കാര്യം ചെയ്യുവാൻ കഴിയും വിധം ആശ്രയം നൽകുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ദാദി, നിങ്ങൾ ഏവരും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സാകാരത്തിലും നമ്മൾ എല്ലാവരും ചോദിക്കുകയാണ്, എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ ദാദി പറഞ്ഞു, ബാബയോട് ചോദിക്കൂ. ബാബ പറഞ്ഞു, ഇല്ല, അഡ്വാൻസ് പാർട്ടി ആത്മീയ സംഭാഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർ എല്ലാവരോടും പറയട്ടെ. അപ്പോൾ ദാദി പറഞ്ഞു, അഡ്വാൻസ് പാർട്ടിക്ക് ഒരേ ഒരു സങ്കല്പം വീണ്ടും വീണ്ടും വരുന്നു. കുട്ടികൾക്ക് വിഭിന്നമായ ഏതൊരു സങ്കല്പമാണോ സ്വയം വരുന്നത്, അതിൻ്റെ വിസ്താരത്തെ ഒതുക്കി യോഗത്തിൻ്റെ ശക്തി വിശേഷിച്ച് സ്വയം തന്നിൽ ശേഖരിക്കണം. യോഗത്തിൻ്റെ ശക്തി വിശേഷിച്ച് 4 ഭാഗത്തും വ്യാപിപ്പിക്കണം. അതിലൂടെ അവർക്കും തങ്ങളുടെ കാര്യം സഹജമായ രീതിയിൽ ചെയ്യുവാൻ സാധിക്കും. പിന്നെ പറഞ്ഞു, രണ്ടാമത്തെ കാര്യമാണ്, എന്തു തന്നെ സംഭവിച്ചാലും ശരി, കുട്ടികളുടെ ഉള്ളിൽ ഇടയ്ക്കിടയ്ക്ക് ഏതെങ്കിലും പ്രകാരത്തിലുള്ള ചിന്തനം നടക്കുന്നു. ആ ചിന്തകൾ സമാപ്തം ആക്കുന്നതിനു വേണ്ടി സദാ ഇത് ശ്രദ്ധയിൽ വെക്കണം. ബാബ എനിക്ക് വിശേഷിച്ച് ഇത്രയും ശക്തികൾ നൽകിയിരിക്കുകയാണ്. ഓരോ ആത്മാവും ശക്തി സ്വരൂപമായി ഭക്തർക്കും സാക്ഷാത്കാരം നൽകണം. മുഖത്തിലൂടെയും ബാബയുടെ പ്രത്യക്ഷതയുടെ അനുഭവവും ചെയ്യണം. പിന്നെ ഞാൻ ദാദിയോടും ബാബയോടും ഒരു റിക്വസ്റ്റ് നടത്തി. ഞാൻ പറഞ്ഞു, ബാബ, ഇന്ന് നമ്മുടെ ലീല ബഹൻ പറയുന്നു, എന്തു തന്നെയായാലും ദാദി വരിക തന്നെ വേണം. ദാദി എല്ലാവർക്കും ദൃഷ്ടി നൽകണം. ബാബ പറഞ്ഞു, ശരി, അങ്ങനെയാകട്ടെ. എന്നാൽ ബാബ പറഞ്ഞു, ഇന്നലെ അചാനക്, അപ്രതീക്ഷിതം എന്നതിൻ്റെ പാഠം ഉണ്ടായി. ഈ ദാദിയും അപ്രതീക്ഷിതമായി വരും. എന്നാൽ ഇന്ന് ബാബ എല്ലാവരെയും വദനത്തിലേക്ക് വിളിക്കുകയാണ്. അപ്പോൾ ബാബ കൈയടിച്ചു, എല്ലാവരെയും വദനത്തിലേക്ക് വിളിച്ചു. വിശേഷിച്ച് സ്റ്റേജിൽ ഇരിക്കുന്ന നമ്മുടെ ദീദിമാർ, ദാദി കോട്ടേജിലെ ലീല ബഹൻ, സേവനത്തിലെ സഹചാരികൾ എല്ലാവരെയും വിളിച്ചു. എല്ലാ ബ്രാഹ്മണരെയും വിളിച്ചു. ബാബ പറഞ്ഞു, ദാദി ദൃഷ്ടി നൽകിക്കൊണ്ടിരിക്കുകയാണ്. ദാദിയുടെ ദൃഷ്ടിയിലൂടെ ഓരോരുത്തരുടെയും അടുക്കൽ ഓരോരോ വരദാനം എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ബാബയും ദൃഷ്ടി നൽകുന്നുണ്ടായിരുന്നു. ബാബ നൽകിയ ദൃഷ്ടിയിലും ദാദി നൽകിയ ദൃഷ്ടിയിലും 2 പ്രകാരത്തിലുള്ള കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഒന്നാമതായി, ബാബയുടെ ദൃഷ്ടിയിലൂടെ എല്ലാവരുടെയും അടുത്ത് വളരെ സുന്ദരമായ പുഷ്പം എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ആ പുഷ്പം കമല പുഷ്പത്തിന് സമാനം ആയിരുന്നു. അതിൻ്റെ ഇതളുകൾ അത്രയും വർണ്ണപ്പകിട്ടാർന്നത് ആയിരുന്നു. ആ ഇതളുകളിൽ നിന്നും അനേകം പ്രകാരത്തിലുള്ള ശക്തികൾ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ബാബ പറഞ്ഞു, കുട്ടികൾ ഇപ്പോൾ സമയം അനുസരിച്ച് തൻ്റെ സ്ഥിതിയെ വേറിട്ടതും പ്രിയപ്പെട്ടതും ആക്കി മാറ്റണം. അതിലൂടെ അനേകം പ്രകാരത്തിലുള്ള ശക്തികൾ സമ്പന്നം ആകുന്നതിൽ സഹായിക്കും. ബാബ ഏതൊരു സമ്മാനമാണോ നൽകിയത്,
അതിൽ ഒരു ഫരിസ്ത ഉണ്ടായിരുന്നു. ആ ഫരിസ്തയുടെ മസ്തകത്തിൽ ഒരു തിലകം അണിയിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. ബാബ പറഞ്ഞു, ഇപ്പോൾ കുട്ടികൾ എല്ലാ പ്രകാരത്തിലുമുള്ള കാര്യങ്ങളിൽ നിന്നും ഭാരരഹിതമായി ഫരിസ്തയ്ക്ക് സമാനം ആകണം. സ്വസ്ഥിതിയെ ശക്തിശാലി ആക്കണം. ആ സ്വസ്ഥിതിയിലൂടെ ബാബയുടെ പ്രത്യക്ഷതയുടെ കിരണങ്ങൾ വരും. സദാ തൻ്റെ സ്വമാനത്തിൻ്റെ സ്ഥിതിയിൽ സ്ഥിതി ചെയ്യണം. പിന്നെ ഞാൻ വീണ്ടും ബാബയോട് റിക്വസ്റ്റ് ചെയ്തു. ബാബ പറഞ്ഞു, ദാദിയുടെ വരവ് അപ്രതീക്ഷിതമായിട്ട് ആയിരിക്കും. ഇന്നലെ മനസ്സിലോ ചിത്തത്തിലോ ഉണ്ടായിരുന്നില്ലല്ലോ. അതേപോലെ ദാദി അപ്രതീക്ഷിതമായി താങ്കളുടെ അടുക്കൽ വരും. ആ സമയത്ത് താങ്കൾ തിരിച്ചറിയണം ദാദി താങ്കളുടെ മുന്നിലുണ്ട് എന്ന്. അപ്പോൾ ദാദി പറഞ്ഞു, ഇപ്പോൾ ഞാൻ എല്ലാവരുടെയും കൂടെയുണ്ട്. ബാബ എൻ്റെ കൂടെയുണ്ട്. എല്ലാവരോടും പറയൂ, വതനത്തിൽ വന്ന് ഞാനുമായി കൂടിക്കാഴ്ച നടത്തൂ. ഞാനും വതനത്തിൽ എല്ലാവരുമായി പരസ്പരം കണ്ടുമുട്ടുന്നു. അപ്പോൾ എല്ലാവരും കൂടിക്കാഴ്ച നടത്തട്ടെ. പിന്നെ ബാബയോട് ഞാൻ പറഞ്ഞു, ബ്രഹ്മഭോജനത്തിൻ്റെ ഭോഗമായി വന്നിരിക്കുകയാണ്. 101 പ്രകാരത്തിലുള്ളവ ഉണ്ട്. അപ്പോൾ ദാദി പുഞ്ചിരിച്ചു. ബാബയും വതനത്തിൽ ചില വസ്തുക്കൾ തയ്യാറാക്കി വച്ചിട്ടുണ്ടായിരുന്നു. ബാബ പറഞ്ഞു, ബാബ ഇന്ന് 108 പ്രകാരത്തിലുള്ള ഭോജനം കുട്ടിയെ കഴിപ്പിക്കും. അപ്പോൾ വളരെയധികം സന്തോഷിക്കുന്നുണ്ടായിരുന്നു. ബാബ പറഞ്ഞു, ബാബയുടെ അടുത്ത് ഇരിക്കുകയാണ്. ബാബ സൽക്കരിക്കുന്നു. പിന്നെ ദാദിയെ ഭോഗ് സ്വീകരിപ്പിച്ചു. പിന്നെ അഡ്വാൻസ് പാർട്ടിയെയും എമർജ് ചെയ്തു. അവരെ എല്ലാവരെയും ഭോഗ് സ്വീകരിപ്പിച്ചു. അഡ്വാൻസ് പാർട്ടിയിലുള്ളവരും പറയുന്നു, കാര്യങ്ങൾ വേഗം സമ്പന്നമാക്കണം. ബാബ ഏതൊരു സൂചന നൽകിക്കൊണ്ടിരിക്കുന്നുവോ അതിൽ ശ്രദ്ധ നൽകണം. പിന്നെ അതിനുശേഷം ബാബ പറഞ്ഞു, ആരാണോ ഇവിടെ നിമിത്തമായി സേവനത്തിൽ ഇരിക്കുന്നത്, ആരെയാണോ ബാബ നിമിത്തമാക്കിയത്, ആ എല്ലാവരെയും ബാബ എമർജ് ചെയ്തു. പിന്നെ ലീല ബഹൻ, കോട്ടേജിലെ എല്ലാ സഹോദരി സഹോദരന്മാർ, അവരെയും എമർജ് ചെയ്തു. അപ്പോൾ ബാബ വിശേഷിച്ച് എല്ലാവർക്കും ഓർമ്മകൾ നൽകി. ലീല ബഹന്റെ ശിരസിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു, തുടക്കം മുതൽ ഈ കുട്ടി എത്ര സ്നേഹത്തോടെ സേവനം ചെയ്തു. കൂടെ ഇരുന്നു കൊണ്ട് അത്രയും അക്ഷീണമായി സേവനം ചെയ്തു. ആ സേവനം കാരണം തന്നെയാണ് ദാദിക്ക് വളരെയധികം ഇപ്രകാരത്തിലുള്ള വിശ്രമം നൽകി. അപ്പോൾ ഈ കുട്ടിക്കും അനേകരുടെ ആശീർവാദങ്ങൾ ലഭിച്ചു. ദാദിയുടെ കൂട്ട് അത്രയും പവർഫുള്ളായ കൂട്ടായിരുന്നു. അതിലൂടെ ഈ കുട്ടിക്ക് ലീല ബഹന് ഭാഗ്യം ഉണ്ടാക്കുന്നതിനുള്ള അവസരം ലഭിച്ചു. പിന്നെ ബാബ തൻ്റെ കൈകൾ കൊണ്ട് വളരെ സുന്ദരമായ പൂച്ചെണ്ട് ലീല ബഹന് നൽകി. വളരെ സുന്ദരമായ പൂച്ചെണ്ട് നൽകിക്കൊണ്ട് പറഞ്ഞു, എല്ലാവരും ഒത്തുചേർന്ന് പൂച്ചെണ്ട് പോലെ പുഷ്പങ്ങളെ അലങ്കരിച്ചു വച്ചിരിക്കുകയാണ്. എല്ലാവരും ഒരുമിച്ച് വളരെ സ്നേഹത്തോടെ സേവനം ചെയ്തുകൊണ്ടുമിരുന്നു. ബാബ പറഞ്ഞു, ഈ കുട്ടി ഏതൊരു സങ്കല്പമാണോ ബാബയുടെ അടുത്തേക്ക് അയച്ചത്, ബാബ അത് തീർച്ചയായും ചെയ്യും. അതും അപ്രതീക്ഷിതമായി തന്നെ ചെയ്യും. ബാബ വിശേഷിച്ച് പറഞ്ഞു, കാരണം ലീല ബഹൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇന്ന് ദാദി വരിക തന്നെ വേണം, എല്ലാവർക്കും ദൃഷ്ടി നൽകണം എന്ന്. എന്നാൽ ബാബ പറഞ്ഞു, ഇന്ന് എല്ലാവരും ബാബയുടെ അടുത്തേക്ക് വരണം. ബാബ എല്ലാവർക്കും വതനത്തിൽ തന്നെ ദൃഷ്ടി നൽകും, നിറയ്ക്കും. എന്നാൽ ആ പാർട്ട് പിന്നെ അപ്രതീക്ഷിതമായി സംഭവിക്കും. ഓം ശാന്തി.